ഈ കേരളത്തിൽ ഇത്രയേറെ ജനങ്ങൾ ഒരു മണ്ഡലത്തിൽ, ധർമ്മടം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമേ ഇത്രയേറെ ജനങ്ങൾക്ക് വീടില്ല. പലർക്കും പല തരത്തിലുള്ള ഒരു വീൽ ചെയർ ചോദിച്ചനൊക്കെ പോലും കൊടുക്കാനില്ലാത്ത തരത്തിലുള്ള ഒരു ഭരണം. BJP ഇതെല്ലാവരും വന്നേക്കുന്നവരാരും BJP-കാരൊന്നും ആണെന്ന് തോന്നുന്നില്ല. എല്ലാ പാർട്ടിയിൽപ്പെട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പ്രതീക്ഷ അറ്റിട്ടാണ് ഇങ്ങനൊരു അദാലത്ത് നടന്ന സമയത്ത് അവർ വന്നത്. ഞങ്ങൾക്കൊരു വീട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പാർപ്പിടം വേണം എന്ന ആവശ്യവുമായിട്ട്. ഈ ഇടതും വലതും മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ട് അവരൊരു മൂന്നാം കക്ഷികളുടെ അടുത്ത് അവരുടെ ദുരിതം പറയാൻ പോകണമെങ്കിൽ അവരുടെയൊക്കെ ബുദ്ധിമുട്ടെന്തായിരിക്കും? ഈ ബുദ്ധിമുട്ടിനെ ചൂഷണം ചെയ്തല്ലേ ഇവന്മാരൊക്കെ ഇത്രയും കാലം ഭരിച്ചത്. ജനങ്ങൾ മാറി ചിന്തിക്കണം. ഓരോ കൊല്ലവും ഇവരെ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും ഇവർ തരുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീണ് ഇപ്പം ശരിയാവും എന്നും വിചാരിച്ച് കുതിരവട്ടം പൊപ്പ് പറഞ്ഞതിന് പോലെ നിൽക്കുന്ന ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ചുമ്മാതല്ല ഇവന്മാർ കേരളത്തിൽ BJP വളരുമ്പോൾ വർഗീയത എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊല്ലാൻ പോകുന്നു, മറ്റവരെ കൊല്ലാൻ പോകുന്നു, അവരെ ചെയ്യുന്നു, ഇവരെ ചെയ്യുന്നു, നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും പറഞ്ഞിട്ട് എങ്ങനെയും ഈ വിഷയങ്ങളെ തിരിച്ചുവിടുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുക. ഇതിനെ ഇവന്മാർ പറയുമോ ഇതെല്ലാം BJP-കാർ കൊണ്ടുവന്നിരുത്തിയതാണെന്ന് ഇവന്മാർ പറയത്തുള്ളൂ. BJP അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ജനങ്ങളിത് മനസ്സിലാക്കുന്നൊരു കാലം വിദൂരമല്ല.